തിരോധാന കേസുകളിൽ നിർണായകമായ തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതി സെബാസ്റ്റ്യനെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. വീടിന്റെ പരിസരത്ത് നിന്ന് വീണ്ടും 20-ലധികം അസ്ഥിഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കെടാവർ നായകളെ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു കൊന്ത കണ്ടെത്തി. കുളം വറ്റിച്ച് നടത്തുന്ന പരിശോധനയിൽ 2 വസ്ത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ സ്ത്രീയുടേതാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു. നമ്മുടെ പ്രതിനിധികൾ പള്ളിപ്പുറത്ത് നിന്ന് തത്സമയം വിശദാംശങ്ങളുമായുണ്ട്. വിഷ്ണു സുരേഷും അശ്വിൻ പാലാഴിയും. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ് പോകുന്നത്. വിഷ്ണു, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിപ്പുറത്തെ വസതിയിൽ. കെടാവർ നായ്ക്കളുണ്ട്. കൂടാതെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുളം പറ്റിച്ചുള്ള പരിശോധന, ഗ്രാനൈറ്റ് ടൈൽ അത് പൊട്ടിച്ചുള്ള പരിശോധന, ഇതെല്ലാം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ ചില പ്രധാനപ്പെട്ട തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു. അസ്ഥിഭാഗങ്ങൾ, വസ്ത്രങ്ങൾ, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ അസ്ഥിയുടെയൊക്കെ പഴക്കം നിർണ്ണയിക്കുമ്പോൾ കൂടുതൽ കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന സംശയത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ന് ഇതുവരെ സംഭവിച്ചത് എന്താണ്? അതിൽ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? അനുജ, ഏകദേശം 4 മണിക്കൂർ പിന്നിടുകയാണ് സെബാസ്റ്റ്യന്റെ വീട്ടിലെ പരിശോധന. ആ പരിശോധനയുടെ ആദ്യ മണിക്കൂറിലാണ് ഈ അസ്ഥികൾ കണ്ടെത്തിയത്. നേരത്തെ അസ്ഥി കണ്ടെത്തിയതിന് സമീപത്ത് നിന്നാണ് 20ഓളം അസ്ഥികൾ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ പറമ്പിന് വശത്തുള്ള മേഖലകളിൽ പുല്ല് മാറ്റി അവിടുത്തെ മണ്ണ് വകഞ്ഞ് അതിനവിടെയായിരുന്നു പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് കൃത്യമായി തന്നെ ഈ അസ്ഥികൾ സ്പോട്ട് ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ചിന് സാധിച്ചത്. അതിന് പിന്നാലെ ഈ പറമ്പിനോട് ചേർന്നുള്ള കുളം വറ്റിച്ച് പരിശോധന നടത്തി. പക്ഷേ അവിടെ നിന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് വസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വസ്ത്രം അവിടെ ഉപേക്ഷിച്ച് കളയാൻ മാത്രം അത്തരത്തിലൊരു ക്രൈം ചെയ്യുന്ന ഒരാളാണ് ഇയാളെന്ന് തോന്നുന്നില്ല. കാരണം ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്നുണ്ട്, ഒരു ചോദ്യത്തിനും ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല, ഞങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഉണ്ടാകുന്നു. അങ്ങനെയെല്ലാം പ്രീ പ്ലാൻഡായി ചെയ്യുന്ന സെബാസ്റ്റ്യൻ ഒരിക്കലും ഒരു വസ്ത്രം ആ കുളത്തിൽ കൊണ്ട് നിക്ഷേപിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. തെളിവുകൾ വേണം. ആ ഒരു പശ്ചാത്തലത്തിൽ ആ വസ്ത്രം ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു കൊന്തയും കെടാവർ നായക് ലഭിച്ച സ്നിഫിംഗിലൂടെ ലഭിച്ച ഒരു കൊന്തയും പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കണ്ടെത്താൻ ഇന്നത്തെ തെളിവെടുപ്പിന് ആയിട്ടില്ല. സെപ്റ്റി ടാങ്ക് അടക്കം കുഴിച്ച് പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്നും നിർണായകമായ ലീഡ് ഒന്നും ലഭിച്ചില്ല. ഇന്നാകെ ലഭിച്ചത് ഈ 20ഓളം വരുന്ന അസ്ഥിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി അതിന്റെ പഴക്കമടക്കം അത് ആരുടേതാണ്, അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ മനുഷ്യന്റേതാണോ എന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മനുഷ്യന്റേത് തന്നെ എന്നുള്ളതാണ് ഏറെക്കുറെയുള്ള നിഗമനം. പ്രത്യേകിച്ച് നേരത്തെ കണ്ടെത്തിയതിന് തൊട്ടടുത്ത് നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയത്. അതുകൊണ്ട് അതിന്റെ ബാക്കിയായിരിക്കാം എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കേസാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജൈനമ്മയുടേത് ഒരു കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ സ്ഥിരീകരിച്ചതാണ്. ജൈനമ്മയെ കാണാതാകുന്ന ദിവസം ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ ജൈനമ്മ ഇവിടെ മൊബൈൽ എത്തിയതിന്റെ, അല്ലെങ്കിൽ 2 മൊബൈൽ ലൊക്കേഷനും ഒരുമിച്ച് എത്തിയതിന്റെ വിവരങ്ങളുണ്ട്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഒരു മൊബൈൽ ഷോപ്പ് കടയിൽ കൊണ്ടുപോയി റീചാർജ് ചെയ്യുന്നതിന് CCTV ദൃശ്യങ്ങളുണ്ട്. ഇത് മൂന്നുമുണ്ട്. ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ഇത്തരം വിവരങ്ങളുണ്ട്. പക്ഷേ അത് സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഇനിയും ക്രൈംബ്രാഞ്ചിനായിട്ടില്ല. അത് ഇനിയും സമയമെടുക്കുമെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഒരു ചോദ്യത്തിനും കാര്യമായ മറുപടികൾ പറയുന്നില്ല. അയാൾ ആകെ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുകയും മറ്റ് മരുന്ന് വേണമെന്ന് പറയുന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും അയാളുടെ ഭാഗത്തുനിന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു സമഗ്ര പരിശോധനയ്ക്ക് ഇനി സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്നുള്ള വിവരം ലഭിച്ചിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത മങ്ങിയ പശ്ചാത്തലത്തിലാണ് ഒരു സമഗ്ര പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റ് തയ്യാറെടുക്കുകയും ഇപ്പോൾ ആ പരിശോധന ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അടുത്ത ദിവസവും ഇവിടെ പരിശോധനയുണ്ട്. അത് ആലപ്പുഴ ടീമിന്റെ ഭാഗമായിട്ടായിരിക്കും പരിശോധന. അത് കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിലായിരിക്കും ആ പരിശോധന നടത്തുക. ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ട്, അസ്ഥി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഇനി ആലപ്പുഴ യൂണിറ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ കേസിന്റെ ഇനി ഒരു മുന്നോട്ട് പോക്ക് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ 4 കേസുകളുണ്ട്. ഒന്ന് ബിന്ദു പത്മനാഭന്റെ, മറ്റൊന്ന് ഐഷയുടെ, സിന്ധുവിന്റെ, അതോടൊപ്പം ജൈനമ്മയുടെ. അതിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രൈം ഇമ്പോർട്ടൻസ് നൽകുന്നത്, പ്രാഥമികമായി പ്രാധാന്യം നൽകുന്ന കേസ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. ഈ അസ്ഥികളുടെ DNA ഫലം അത് ബുധനാഴ്ച ലഭ്യമാകും. ആ ഫലം ഈ 4 ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആശ്വസിക്കാം ക്രൈംബ്രാഞ്ചിന്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം തെളിയിക്കാനുള്ള വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടക്കും. ഈ 4 പേരിൽ ആരെങ്കിലും ഒരാളുടെയാണ് കണ്ടെത്തുകയും പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ വിവരങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് ചില സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ക്രൈം ഫ്രെയിം ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ അത് അങ്ങനെയല്ല. ഇത് ഈ 4 പേരുടെയും അല്ല എങ്കിൽ അന്വേഷണം വീണ്ടും സങ്കീർണമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബുധനാഴ്ചയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം. ഒരു ബ്രേക്ക് ത്രൂവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസം ബുധനാഴ്ചയായിരിക്കും. ഒരുപാട് സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ട്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജൈനമ്മയുടെ കൊലപാതകമാണെന്ന് മനസ്സിലാകുന്നു.
മറ്റു 3 സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നു. അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുകൊണ്ട് മനസ്സിലാവുന്നു. പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് ഒരു ലിങ്ക് ഇതുവരെ അതാണ് ആ തെളിവിന് ക്രൈംബ്രാഞ്ച് വേണ്ടിയൊക്കെയുള്ള പോലീസിന്റെ നെട്ടോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തെളിവെടുപ്പ് തുടരുകയാണ്. ചില വസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ എത്രത്തോളം സഹായകരമാകും എന്നത് നമുക്കറിയില്ല.